മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹ്. വിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഈ സൂറത്ത് ഒരു പ്രത്യേക രൂപത്തിൽ പാരായണം ചെയ്ത എത്രയോ ആളുകൾക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ വിവരം നമ്മൾ പലതവണ വീഡിയോസുകളിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോലി ലഭിക്കാത്ത എത്രയോ ആളുകൾക്ക് 21 ദിവസം ചെയ്യേണ്ട ഈ അമല് ചെയ്തതിൻ്റെ പേരിൽ അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവർക്ക് മുമ്പിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറക്കപ്പെട്ട അനുഭവം. ഒരിക്കലും വിദേശത്ത് പോകുമെന്ന പ്രതീക്ഷയില്ലാതെ കഴിഞ്ഞിരുന്ന, എന്നാൽ ആ ആഗ്രഹം മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി വിദേശത്തേക്ക് എത്താൻ കാരണമായത്, ഒരു ഉംറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കെ ആ ഉംറയ്ക്കുള്ള സാമ്പത്തികമായ വഴികളൊന്നും കൈവശമില്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ആ സൂറത്ത് പാരായണം ചെയ്തപ്പോൾ അതിൽ നിന്നും ലഭിച്ച അത്ഭുതങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. വിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഈ സൂറത്ത് ഇത് വിജയത്തിൻ്റെ സൂറത്താണ്, സക്സസിൻ്റെ സൂറത്താണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഉന്നതങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ഈ സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്, അനുഭവമാണ്. ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നവരുണ്ട്. ഒന്ന് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നവർ അത് പ്രത്യേക നീയത്തിൽ ഓതിയാൽ ആ നീയത്ത് പൂർത്തീകരിക്കപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷ വാർത്ത പറഞ്ഞ അതിവിശിഷ്ടമായ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക. അതേപോലെ തന്നെ നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അതൊക്കെ കാണാൻ സാധിക്കും. ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദർസിൽ മക്കളെ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദർസിൽ നല്ല രൂപത്തിൽ നമ്മുടെ മക്കൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കൾ ഭാവിയിൽ നമ്മുടെ വരദാനങ്ങളാണ്. അവരാണ് നമുക്കെല്ലാം പ്രതീക്ഷയും നൽകുന്നത്. ആ മക്കൾ വഴിതെറ്റിപ്പോയാൽ പുതിയ കാലത്ത് എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നറിയൂല, അവർ ഏത് രൂപത്തിലാണ് അവർ വളരുന്നതെന്നറിയൂല. മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന മക്കളുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ മതവും ഭൗതികവും, സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവും ഒരുമിച്ച് അവർക്ക് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് ചിട്ടയോടുകൂടെ ആത്മീയ അന്തരീക്ഷത്തിൽ നല്ല മക്കളായിട്ട് നിങ്ങൾക്ക് തിരികെ നൽകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ദർസിൽ നിങ്ങൾക്ക് മക്കളെ ചേർക്കാവുന്നതാണ്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കുറേ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, +2 കഴിഞ്ഞിട്ട് ചേർക്കുക എന്ന് പറയുമ്പോഴേക്ക് അവരെ പിടിച്ചാൽ കിട്ടൂല. അവരെ നല്ല രൂപത്തിൽ ചെറുപ്പം മുതലേ ചിട്ടയിൽ കൊണ്ടുവരണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫോൺ വിളിച്ചല്ല, വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള അറിയിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ ഫത്ഹ്, നമുക്കറിയാം സൂറത്തുൽ ഫത്ഹ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. ഈ ലോകത്തേക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് ആ സൂറത്ത്. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിക്കുന്നുണ്ട്, ഇന്നാ ഫതഹ്നാ ലക എന്ന് പറഞ്ഞ സൂറത്ത് ഓതി കേൾപ്പിച്ചു എന്നുള്ളതാണ്. ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ മരച്ചുവട്ടിൽ ഹുദൈബിയയിൽ വെച്ച് ബൈഅത്ത് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം ലഭിക്കും ഈ സൂറത്ത് പാരായണം ചെയ്തവർക്ക്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരിക്കൽ എനിക്ക് ഈ രാത്രി ഒരു സൂറത്ത് അവതരിച്ചു. ആ
അത് ഈ ലോകവും ഈ ലോകത്തിനുള്ളതിനേക്കാളും എനിക്ക് സന്തോഷം നൽകുന്നത് അതിലുണ്ട് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അത് മാത്രം മതി എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമളാനിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ആ കൊല്ലം മുഴുവനും അയാൾക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകും, അള്ളാഹുവിൽ നിന്നുള്ള സഹായം അയാൾക്കുണ്ടാകും. തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ ഇത് കാണാവുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് അത് വിജയത്തിൻ്റെ സൂറത്താണ്, അത് അത്ഭുതങ്ങളുടെ കലവറയാണ്, വിജയത്തിൻ്റെ രഹസ്യം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫത്ഹ് നമുക്ക് പാരായണം ചെയ്താൽ വലിയ ഗുണങ്ങൾ ലഭിക്കും. സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തായത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അഷിദ്ദാഹു അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന ആയത്താണ്. ആ ആയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് അതിലുള്ളത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണനയാണ് അതിലുള്ളത്. ആ സൂറത്ത് അതങ്ങനെ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സൂറത്തുൽ ഫത്ഹ് പതിവായി പാരായണം ചെയ്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്ന ദർശനം, ഹബീബായ തങ്ങളെ കിനാവിൽ കാണാൻ സാധിക്കുന്നതാണ്. ബൈഅത്തുർ റിദ്വാൻ എന്ന ഉടമ്പടിയിൽ പങ്കെടുത്ത പ്രതിഫലമുണ്ട്. അതിൽ പങ്കെടുത്തവരോടൊപ്പം അള്ളാഹു ആരാണോ സൂറത്തുൽ ഫത്ഹിനെ ഡെയിലി പാരായണം ചെയ്യുന്നത് അവരെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നുള്ളതാണ്. ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളുടെ പൂട്ടും അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. അടഞ്ഞുകിടക്കപ്പെടുന്ന ഏത് ഡോർസ് ഉണ്ടോ, ഏത് വാതിലുകളുണ്ടോ, അതൊക്കെ അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങി വിജയത്തിലേക്ക് നമ്മെ വഴികാട്ടുന്ന സൂറത്തുൽ ഫത്ഹ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ്. ഈ സൂറത്തിനെ ഒരു ബലഹീനനായ ആൾ, ഒരു ദുർബലനായ ആളാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ അയാൾ പ്രബലനായി മാറും. ഒരു നിന്ദ്യനാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ അയാൾ ശ്രേഷ്ഠനായി മാറും. തോറ്റവനാണ്, പരാജയപ്പെട്ടവനാണ്, തകർന്നിരിക്കുന്നവനാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ അവൻ മുന്നേറും, വിജയത്തിലേക്ക് വരും. പ്രയാസപ്പെട്ട് ജീവിക്കുന്നവനാണ് ഇത് ഓതുന്നതെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. കടക്കാരനാണ് ഇത് ഓതുന്നുണ്ടെങ്കിൽ അവൻ്റെ കടം വീടും. ജയിലിലകപ്പെട്ടവനാണ് ഇത് ഓതുന്നുണ്ടെങ്കിൽ അവൻ ജയിൽ മോചിതനാകും. ദുരിതമുള്ളവനാണ് ഓതുന്നതെങ്കിൽ ദുരിതത്തിൽ നിന്ന് അകന്നു കിട്ടും, ദുരിതത്തിൽ നിന്ന് രക്ഷ കിട്ടും. അതേപോലെ തന്നെ ഈ സൂറത്തിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരാവുന്നതിലും അപ്പുറമുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫത്ഹ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു അമലുണ്ട്, എത്രയോ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ്. 21 ദിവസമാണ് അത് ചെയ്യേണ്ടത്, അത് ഓതേണ്ടത്. എങ്ങനെയാണെന്നറിയണം. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ, അതിനെ 489 ഫത്താഹ് എന്നതിൻ്റെ അക്ഷരസംഖ്യയായ 489 തവണ വളരെ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലുക. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ആവശ്യങ്ങൾ പറയുക. രണ്ടാമത്തെ ദിവസവും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് 489 തവണ ചൊല്ലുക. മൂന്നാമത്തെ തവണയും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് 489 തവണ ചൊല്ലുക. നാലാമത്തും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് 489 തവണ ചൊല്ലുക. ഇങ്ങനെ 21 ദിവസം ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഏതാഗ്രഹങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ ഒരൊറ്റ അമൽ മാത്രം മതിയാകുന്നതാണ്. 5 വഖത്ത് ഫർള് നിസ്കാരം നിലനിർത്തണം, നിസ്കാരം നിർവഹിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. അതോടുകൂടെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വലിയ ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമല് കൂടെയാണ്, കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. കേവലം ഇത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ നിസ്കാരം നിലനിർത്തണം, 5 വഖത്ത് ഫർള് നിസ്കാരം നിലനിർത്തണം, ഗീബത്ത് പറയരുത്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളോടും വെറുപ്പുണ്ടാകരുത്. അങ്ങനെ നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും കൂടെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ
നേരിട്ട് കാണാനുണ്ടായിട്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ദർസിലേക്കുള്ള അഡ്മിഷന് നേരത്തെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ച ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവുമുള്ള മജ്ലിസുകളിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ നമ്മൾ അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലുമ്പോൾ പ്രത്യേകം നിയ്യത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓതുന്നത്. അതൊക്കെ ആ നിയ്യത്തുകൾ പൂർത്തീകരിച്ച് കിട്ടാൻ അസ്മാഉൽ ഹുസ്ന കൊണ്ടൊരു കാരണമാകും. നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ എവിടേക്കോ ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്താൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.